എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മുരിങ്ങപ്പൂവിനെ കൊണ്ടുള്ള ഒരു വിഭവത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ പാചകം. മുരിങ്ങപ്പൂ കണ്ടോ എല്ലാവരും? ഇതാണ് മുരിങ്ങയുടെ പൂ വിരിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് മുരിങ്ങപ്പൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരു തോരൻ വയ്ക്കാം. എപ്പോഴും ഒന്നും മുരിങ്ങപ്പൂ കിട്ടത്തില്ല. കിട്ടുമ്പോൾ കുറച്ചേ കിട്ടത്തുള്ളൂ. അതോ കിട്ടിയാലും എല്ലാവർക്കും. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് ഇച്ചിരി കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പം മുരിങ്ങപ്പൂ ഒത്തിരി കിട്ടാത്തവർ അതിൻ്റെ കിട്ടിയത് കൊണ്ട് കുറച്ചേ ഉള്ളെങ്കിലും അതും ഇച്ചിരി ഇലയൊക്കെ ആയിട്ട് തോരൻ വെച്ചാൽ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ ഗുണത്തെപ്പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അതീവ പോഷക സമൃദ്ധവും ഏറെ ആരോഗ്യകരമാണ് മുരിങ്ങ. അതിനാൽ പോഷകാഹാരക്കുറവുള്ളവർക്കും ആരോഗ്യകരമായ ജീവിതം ആഗ്രഹിക്കുന്നവർക്കും ഭക്ഷണത്തിൽ മുരിങ്ങയിലെയും മുരിങ്ങയ്ക്കായും ഉൾപ്പെടുത്താവുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ മുരിങ്ങ നട്ടു വളർത്തുന്നത് നല്ലതാണ്. ഇഷുമണിക്കാണെങ്കിൽ മുരിങ്ങപ്പൂവൊക്കെ തോരൻ വയ്ക്കുന്ന വലിയ ഇഷ്ടമാണ്. അപ്പം ഇഷുമണി എൻ്റെ കൂടെ. ഇതാണ് മുരിങ്ങപ്പൂവ്. ഇതിൽ ധാരാളം പൊട്ടാസ്യവും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. മുരിങ്ങ ഇലയും മുരിങ്ങപ്പൂവും മുരിങ്ങക്കായും തോരൻ വയ്ക്കാൻ നല്ലതാണ്. ഇളത്ത മുരിങ്ങക്ക തോരൻ വയ്ക്കാൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ മുരിങ്ങയുടെ തൊലി ഇല്ലേ, മുരിങ്ങത്തൊലി, ആ മരത്തെ ആ തൊലി ഈ ശരീരത്തിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ അരച്ചിട്ടാൽ അത് ഒരുപാട് മാറ്റം വരും. മുല്ലപ്പൂവല്ല, മുല്ലപ്പൂവാണോ? പിന്നെ എന്ത് പൂവാ? നേരെ പിടി. പോവും താഴെ പോന്നു. എന്ത് പൂവാ അത്? കാണിച്ചേ. മുരിങ്ങപ്പൂ. ആ, മുരിങ്ങപ്പൂവാണിത്. മുരിങ്ങപ്പൂ അങ്ങനെ എപ്പോഴും കിട്ടത്തൊന്നുമില്ല, എല്ലായിടത്തും കാണത്തുമില്ല. എന്നാലും നമുക്കിന്ന് കുറേ മുരിങ്ങപ്പൂ കിട്ടി. കഴി അത് വല്ലാതായിരിക്കുക. അപ്പം ഇന്ന് നമുക്ക് മുരിങ്ങപ്പൂ കൊണ്ടൊരു തോരൻ വയ്ക്കാൻ പോവാം. മുരിങ്ങപ്പൂ ഒത്തിരി കിട്ടിയില്ലെങ്കിൽ ഇച്ചിരി ഉള്ളെങ്കിലും കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടിയൊക്കെ ഇട്ടാൽ തോരൻ വെച്ചാൽ നല്ലതായിരിക്കും. അപ്പം നമുക്ക് തോരൻ വയ്ക്കാം. എന്തൊക്കെ വേണ്ടതെന്ന് നോക്കാം. ഇത് നമ്മൾ നന്നായി കഴുകിയെടുത്ത മുരിങ്ങപ്പൂവാണ്. നന്നായിട്ട് കഴുകണം. അപ്പം നമുക്ക് തോരത്തിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ചുമന്നുള്ളി, പച്ചമുളക്, ജീരകം, വെളുത്തുള്ളി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. വെച്ച് നമ്മൾ കടുകിടുകയാണ്. നമുക്ക് മുരിങ്ങപ്പൂ അതിലോട്ടിടാം. അരപ്പ് എത്രയും പാടുന്നു അത്രയും നല്ലതാണ്. കണ്ടല്ലോ പൂ. മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞപ്പൊടിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പം നമ്മുടെ മുരിങ്ങത്തോരൻ റെഡിയായി. എല്ലാവരും ഇത് വെക്കണം കേട്ടോ. കിട്ടുമെങ്കിൽ കളയെല്ലാം
തോരനാണോ? നല്ല തോരനാണോ? സൂപ്പറാണോ? കുഞ്ഞ് കഴിച്ചോ? ചുട്ടു വായി വെച്ചേ, ചുട്ടു വായി വെച്ചേ, വായി വെക്ക്. ആ ആ മതി, അങ്ങനൊന്നും വെക്കണ്ട. വായി നല്ല തുന്തറിയാക്കിയോ? ആഹാ, ദേ ഇഷ്മണി നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് നമ്മുടെ തോരൻ. മതി മതി, താഴെ വീഴും. കൊള്ളാവോ? സൂപ്പറാണോ? എന്ത് തോരനാ? എന്ത് തോരനാ ഇത്? മുരിങ്ങത്തോരൻ, മുരിങ്ങപ്പൂവിന്റെ തോരൻ. എന്തുവാ? പൂവിന്റെ തോരൻ. മുരിങ്ങ ആ പൂവിന്റെ തോരൻ. നല്ലയാണോ? സൂപ്പറാണോ? സൂപ്പറാന്ന് എങ്ങനെ കാണിക്കുന്ന? അപ്പൊ എല്ലാരും മുരിങ്ങ തോരൻ വയ്ക്കുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.